الحمد لله رب العالمين نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. صدق الله. സ്നേഹധന്യരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സർവമേഖലകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ക്രമപ്പെടുത്തണമെന്ന്, തഖ്വയോടുകൂടി ജീവിച്ച് സ്വർഗം കരസ്ഥമാക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി മുസ്ലിം ഉമ്മത്ത് അവരുടെ വ്യത്യസ്ത സദസ്സുകൾ കൊണ്ട്, ആലോചനകൾ കൊണ്ടൊക്കെ കൂടുതലായി സ്മരിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ട് ആ ഓർമ്മ കൂടുന്നു, കുറയുന്നു മറ്റ് മാസങ്ങളിൽ എന്നുള്ളതിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ നോക്കിക്കാണുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആലോചനകൾ, മറ്റ് വിമർശനങ്ങളും ആലോചനകളുമൊക്കെ പ്രസക്തമാകുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണപ്പെടുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് എൻ്റെയും നിങ്ങളുടെയും എല്ലാം ജീവിതത്തിൽ ഇപ്പോഴും ഇടം പിടിക്കാൻ അർഹനാകുന്നത് എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യമാണ്.
അള്ളാഹുവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനൊരു റസൂലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ട വന്ന ചോദ്യമായിരുന്നു. എന്തിനാണ് ഇങ്ങനൊരു റസൂൽ? വേണമെങ്കിൽ ഒരു മലക്കിനെ പറഞ്ഞയച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തീർക്കാമായിരുന്ന ഒരു കാര്യത്തിന് എന്തിനാണ് പ്രവാചകന്മാർ? അതല്ലെങ്കിൽ തന്നെ മുന്നിലുള്ള ഈ റസൂൽ എന്തിന്? ഇതായിരുന്നു മക്കക്കാരുടെ യഥാർത്ഥത്തിലുള്ള ചോദ്യവും അവർക്ക് ലഭിക്കേണ്ടുന്ന ഉത്തരവും അതായിരുന്നു. മാലിഹാദർ റസൂൽ യഅ്കുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവാചകൻ? ഞങ്ങളെപ്പോലെ മനുഷ്യനായൊരു പ്രവാചകൻ എന്തിനാണ്? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരു മലക്കിനെ തന്നെ പറഞ്ഞയക്കാമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് ഞങ്ങളെ തന്നെ നേർവഴിക്ക് നയിക്കാനായി എന്തിനാണ് ഒരു മനുഷ്യൻ? യഥാർത്ഥത്തിൽ വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്കും നിങ്ങൾക്കും ആദ്യം രൂഢമൂലമാക്കാൻ, അതല്ലെങ്കിൽ ബലിഷ്ഠമാക്കാൻ, ശക്തിപ്പെടുത്താൻ ബാധ്യതയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള നമ്മളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഇത് നിങ്ങളുടെ റസൂലാണ് എന്നുള്ളതിൽ തന്നെയാണ് നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത്. കാരണം ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് ഒരുപക്ഷെ നമുക്ക് സമൃദ്ധമായി ഹിഫ്ളൊക്കെയുള്ള ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹി ഇറങ്ങിയപ്പോൾ അതിൽ ആദ്യമായി വിശ്വസിച്ചത് ഈ റസൂൽ തന്നെയാണ്. കാരണം റസൂൽ ആദ്യം ഇത് വിശ്വസിക്കണമല്ലോ. അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന ഈ വഹിയിന് ഇതിന്റെ ഭാരമേറ്റെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പണിയേക്കാൾ അള്ളാഹുവിന്റെ റസൂൽ ഇതിലാദ്യം വിശ്വസിക്കുന്നു. എന്നിട്ട് ഈ റസൂലിനെ കൂടെയുള്ള വിശ്വാസികൾ വിശ്വസിക്കുന്നു. എന്നിട്ട് ആ റസൂലാണ് പറയുന്നത് ഇതാണ് അള്ളാഹ്, ഇതാണ് എനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹിയ്. ഇതിന്റെ ക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹ് പറയല്ല എന്ത് ഇതാണ് നിങ്ങളുടെ റസൂൽ എന്നല്ല. റസൂല് പറയുകയാണ് ഇതാണ് അള്ളാഹ്, അതല്ലെങ്കിൽ ഇങ്ങനെയാണ് അള്ളാഹ്. എനിക്ക് ലഭിച്ച വഹി അനുസരിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോലെയല്ല അല്ലാഹ്. ആ അല്ലാഹ് അഹദാണ്. ആ അള്ളാഹ്ക്ക് നിങ്ങൾ പറയുന്നത് പോലെ മാലി യുഖരിബുന ഇലല്ലാഹി സുൽഫ, അടുപ്പക്കാരോ സിൽബന്ദികളോ ഒന്നും വേണ്ട ആവശ്യമില്ല. മീഡിയേറ്റേഴ്സിന്റെ പ്രശ്നമില്ല നിങ്ങളുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ, നിങ്ങളുടെ ചോദിക്കലിന്റെയും അവന്റെ ഉത്തരത്തിന്റെയും കാര്യത്തിൽ. അല്ലാഹു സമദ്. ചിലരൊക്കെ ധരിച്ചിരിക്കുന്നത് പോലെ അള്ളാഹുവിന് മകന്റെ ആവശ്യമില്ല, അവൻ മകനായി ജനിച്ചിട്ടില്ല. കാരണം ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പൊ ഈ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് റസൂലാണ്. ദൗർഭാഗ്യകരമെന്ന് പറയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച ഈ സങ്കല്പനത്തിന്റെ കാര്യത്തിൽ, അതായത് ഈ തീർച്ചയുടെ കാര്യത്തിൽ, നമ്മളെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടുന്ന ഈ വിശ്വാസ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് ഒരു എക്കച്ചങ്കയുടെ ഒരു പ്രശ്നമുണ്ട്. ഇത് മുതലെടുത്തുകൊണ്ടാണ് പുതിയ കാലത്ത് അഹ്ലുൽ ഖുർആൻ എന്നുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഖുർആന്റെ ആൾക്കാരാണ്, റസൂലൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല, സുന്നത്ത് വേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾക്കൊക്കെ ഖുർആനിൽ നിന്ന് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഈ ഖുർആൻ കിട്ടിയത് എങ്ങനെയാണ്? അതൊരു ചോദ്യമാണല്ലോ.
ഈ ഖുർആൻ ലഭിച്ചത് നിങ്ങൾക്ക് ഈ റസൂലിലൂടെയാണ്. നമ്മൾ ഇന്ന് ഓതിയല്ലോ സൂറത്തുൽ കഹ്ഫിൽ, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ എന്നാണ് ഓതിയത്. എന്താണ് അതിനർത്ഥം? ഈ ലോകത്തിന് മുഴുവനായിട്ടാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്. ഹുദൽ ലിന്നാസ്, ശരിയാണ്. പക്ഷെ ഈ ലോകത്തുള്ള എല്ലാവരുടെ മേലല്ല ഖുർആൻ ഇറക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ വേദഗ്രന്ഥം അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, അള്ളാഹു അവന്റെ അബ്ദിനുമേൽ, തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ ദൂതനുമേൽ, അടിമക്കുമേൽ, മുഹമ്മദുർ റസൂലുള്ളാഹിക്കുമേൽ ഈ കിതാബ് ഇറക്കി. അപ്പൊ ഈ ഭാരത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തത്. ഇതാണ് ഹാദാ മിൻ അലീമി ശഅനിഹി, ഇത് അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ്. ഇത് ഈ ലോകത്തോട് മുഴുവൻ, അന്ത്യ റസൂലാണ് കേട്ടോ, അവസാനത്തെ റസൂലാണ്. കണക്കുകൾ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾ 7-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോൾ അന്ന് ലോകത്തുള്ള മൊത്തം ജനസംഖ്യയെക്കുറിച്ച് അന്ന് സെൻസസും ഇങ്ങനെ പോപ്പുലേഷൻ സ്റ്റഡീസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അപ്പോൾ പോലും റഫ് ഫിഗർ ഉണ്ട്. ഇപ്പൊ ലോകത്ത് മൊത്തമുള്ളത് ഏകദേശം ഒരു 8.5 ബില്യൺ മനുഷ്യന്മാരാണ്, 850 കോടി മനുഷ്യന്മാരാണ്. 2000 അത് 650 കോടിയായിരുന്നു. ഏകദേശം ഒരു 225 കോടിയോളം മനുഷ്യർ 25 കൊല്ലം കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. 1900 അതായത് 125 കൊല്ലം മുമ്പ് ലോകത്ത് മൊത്തം ഉള്ളത് 165 കോടി മനുഷ്യരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ മൊത്തം 30 കോടി മനുഷ്യരാണ്. ഇന്ന് 150 കോടിയുടെ അടുത്താണ്. അതായത് ഈ സമയത്ത് മനുഷ്യരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കഴിഞ്ഞൊരു 2 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ. പക്ഷെ 7-ാം നൂറ്റാണ്ടിൽ ഏകദേശം റഫ് ഫിഗറുകൾ പറയുന്നത്, പല അങ്ങനെ ഒരു അവലംബിക്കാവുന്ന ഒരു പോസിറ്റിവിസത്തിൻ്റെയോ റീസണിങ്ങിൻ്റെയോ ഈ ആധുനിക ചരിത്ര സ്റ്റഡികളുടെ ഒരു പിൻബലമൊന്നുമില്ലാത്ത പഠനങ്ങളാണ്. 14 കോടി മുതൽ 20 കോടി വരെയൊക്കെയാണ് അന്നത്തെ കാലത്തെ കണക്ക് എന്ന് പറയിക്കാത്ത ഒന്നിനും കൂടി സമയം കണ്ടെത്താൻ വിശ്വാസിക്ക് സമയം ഉണ്ടാവുമോ? ഉണ്ടാവൂല. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പലരെ സംബന്ധിച്ചിടത്തോളം ലാലും മുളിലും വഴികേടിൽ സ്വയം നിലക്ക് അകപ്പെടുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാര്യം എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു ആലോചനയുണ്ട്. ഇപ്പോൾ റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ഇതിനിടയിൽ ഒരു ചെറിയൊരു വരമ്പിന്റെ വ്യത്യാസമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സമൃദ്ധമായി നമ്മൾ ആലോചിക്കുകയും പഠിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള സമൂഹത്തിനുമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയും ഒരു ഇസ്ലാമോഫോബിയ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പഠനം കൊണ്ട് അന്തരീക്ഷമൊക്കെ നിറയുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ റസൂലിനോടുള്ള സ്നേഹം കൂടുതലായി നമുക്കുണ്ടാകുന്നു, ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി അതുണ്ടാകുന്നു, അതും തെറ്റല്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇതിനിടയിൽ ചെറിയൊരു വരമ്പിന്റെ വ്യത്യാസമുള്ളൂ. ആ വരമ്പ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വയം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് അത് വിരുദ്ധമാകരുത് എന്നുള്ളതാണ്. അവിടെയാണ് ഫത്തബിഊനി, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ മാനദണ്ഡം എന്ത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. എപ്പോഴും നമ്മൾ ഈ സന്ദർഭത്തിൽ ഓതാറുള്ള ആയത്താണ്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ കുറിച്ച് പറയുന്നത്, ഈ ആയത്ത് അതില് പഴയകാല പണ്ഡിതന്മാരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നു ശരി, പക്ഷെ റസൂൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഇതാണ് പ്രശ്നം. ലൈസ ശഅൻ അൻ തുഹിബ് വലാകിന്ന ശഅൻ ബലി ശഅൻ അൻ തുഹബ്. നീ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതല്ല പ്രധാനം. റസൂലിനെ ഇപ്പോൾ നമ്മളൊക്കെ സ്നേഹിക്കണം, എല്ലാവരും കൂടി ലോകത്തുള്ള 200 കോടി മുസ്ലിങ്ങൾക്കും വേണമെങ്കിൽ പറയാം ഞങ്ങൾ റസൂലിന്റെ ആൾക്കാരാണ്. പക്ഷെ ബലിശഅൻ, യഥാർത്ഥത്തിൽ വിഷയം അൻ തുഹബ്, റസൂലിനാൽ നീ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് നമ്മളൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നു. ഇതിപ്പോ ഏത് ബന്ധത്തിലും പ്രധാനപ്പെട്ടുണ്ടോ? മാതാപിതാക്കളെ എനിക്ക് സ്നേഹമാണെന്ന് ചിലർ പറയും, അയൽവാസികളൊക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണെന്ന് പറയും. നമ്മുടെ ഏത് സ്നേഹവും ചെക്ക് ചെയ്യാൻ നേരെ അപ്പുറത്തെ ഭാഗം ആലോചിക്കണം. മാതാപിതാക്കൾ നിങ്ങൾ സ്നേഹിക്കുന്നു ശരി, നിങ്ങളെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നുണ്ടോ? അവർ ഇപ്പോൾ മാതാപിതാക്കളായിരിക്കെ
ഇതാണ് നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ മാനദണ്ഡമായി വരേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലെത്തുമ്പോൾ ഇതിന്റെ ദറജ കുറച്ചുകൂടി ഉയരും. കാരണം റസൂലിനെ നിങ്ങൾ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാ, എന്നെ എപ്രകാരമാണോ പിന്തുടരേണ്ടത് അപ്രകാരം പിന്തുടർന്നാൽ ഞാൻ മാത്രമല്ല അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരും. അപ്പോ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഈ വാക്കുകൾ, നിങ്ങളെ റസൂല് സ്നേഹിക്കുന്നുണ്ടോ അതിന് നിങ്ങളുടെ അദമ്യമായ, നമ്മൾ ആ ആഗ്രഹത്തിന് ഒരു പരിധിയും വെക്കേണ്ടതൊന്നുമില്ല. ഇത്രയെ സ്നേഹിക്കാവൂ, അതല്ലെങ്കിൽ ഇത്രയെ പ്രകടിപ്പിക്കാവൂ എന്നൊന്നുമില്ല. പക്ഷേ റസൂൽ പറഞ്ഞതിന് പ്രകാരമാണോ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഷർത്താണ് എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈമാനിന്റെ ഒരു മാധുര്യത്തെക്കുറിച്ച്, നിങ്ങൾക്ക് യഥാർത്ഥ ഈമാനിന്റെ രസത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടാകണമെങ്കിൽ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്ന ഒരു വിശേഷണമായി കൊണ്ട് പറയുന്നത് മൻ കാനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, എനിക്ക് എന്നെ കഴിഞ്ഞാൽ റസൂലെ ഏറ്റവും ഇഷ്ടം താങ്കളെയാണെന്ന്. വളരെ പ്രസിദ്ധമായ ഹദീസാണ്. സാധാരണഗതിയിൽ ഒരാൾ പറയുന്ന ഒരു സംഗതിയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാര്യം കഴിഞ്ഞാൽ അത് അന്നത്തെ ജാഹിലിയ വർത്തമാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോഴുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തേത് ഞാൻ. കാരണം ഞാൻ എന്ന വ്യക്തിയേക്കാൾ ഞാൻ എന്നുള്ള അള്ളാഹുമായുള്ള ഹോട്ട്ലൈൻ ബന്ധമുള്ള ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 3 പേര് വന്ന് ഉമ്മു ഐമനെ സന്ദർശിക്കുന്നുണ്ട്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അവർ വന്ന് ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു മരണ വീട്ടിൽ നമ്മൾ സന്ദർശിക്കുമല്ലോ, കാരണം ഉമ്മു ഐമന്റെ തൊട്ടടുത്ത സന്തത സഹചാരിയായി ഉണ്ടായിരുന്ന റസൂല. ഉമ്മു ഐമന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഇപ്പൊ പോയിരിക്കുന്നത് നമ്മളെക്കാൾ മെച്ചപ്പെട്ടൊരു സ്ഥലത്താണല്ലോ. ഇതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെയായിരുന്നു, ഇപ്പോ ഇല റഫീഖിൽ അഅല, ഏറ്റവും മികച്ച മിത്രങ്ങൾ കൂട്ടുള്ളിടത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അതിന് കൊടുത്ത മറുപടി ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായൊരു മറുപടിയാണ്. പക്ഷെ നമ്മുടെ വിഷമം ആ റസൂൽ നമ്മളെ പിരിഞ്ഞു എന്നുള്ളതല്ല, പക്ഷേ അള്ളാഹു നമ്മളോട് സംസാരിച്ചിരുന്ന വഹി നിലച്ചല്ലോ എന്നാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ കാരണം ആ വഹിയാണ്. ആ വഹി നിലച്ചല്ലോ എന്നുള്ളതാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇവരോട് വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹത്തെ, അതായത് ഒരേ സമയം അത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത ജീവിതത്തിലെ കഠിനമായ നൊമ്പരങ്ങൾ, ഇത് അതിന്റെ ചരിത്രം തന്നെ പഠിച്ചു പോകണം കേട്ടോ. നമ്മൾ അത് പറയുമ്പോൾ ജസീറത്തുൽ അറബിന്റെ ചരിത്രം പറയേണ്ടി വരും, ഖുറൈശികളുടെ ചരിത്രം പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട, അവരിലെ വിശ്വസ്തനായി തന്നെ നിലകൊണ്ട ഒരു വ്യക്തിത്വമായിട്ടും പിന്നീട് അവരാൽ അടിച്ചോടിക്കപ്പെട്ട പ്രവാചകനായി മാറിയതിന്റെ ചരിത്രം പറയേണ്ടി വരും. മദീനയിൽ ചെന്നിട്ടും അവിടെ നിലയുറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരോടും സഖ്യം ചേർന്നുകൊണ്ട് സർവരുമെതിരായ ചരിത്രം പറയേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇത് വളരെ എളുപ്പമായിരിക്കും, പക്ഷെ ആ ചരിത്രം വലിയ പഠനം അർഹിക്കുന്ന ഒന്നാണ്. അതായത് മുഖദ്ദിമത്തുൽ ഉലൂമിൽ, അറിവന്വേഷണത്തിന്റെ 1ാം നിരയിൽ പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ കൂടിയും എന്ത് വേണം, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊന്ന് തഖല്ലുഖു ബി അഖ്ലാഖിഹിൽ കരീമ, റസൂലിന്റെ സ്വഭാവ മഹിമകളെ നിങ്ങൾ പിന്തുടരൽ. അതോടൊപ്പം താവത്തു അമാമിരിഹി വൽ മുഹാഫളത്തു അലാ സുന്നത്തിഹി, റസൂലിന്റെ സുന്നത്തുകളെ എപ്രകാരം മുറുകെ പിടിക്കാൻ സാധിക്കുമോ, അതിനെ പിന്തുടരാൻ സാധിക്കുമോ അത്രത്തോളം കണിശത ആ വിഷയത്തിൽ ഉണ്ടാകൽ. ഒപ്പം ഹിഫ്ലുൽ അദ്കാരില്ലത്തി കാന യുറദ്ദിദുഹ വൽ മുദാവമത്തി അലാ ദാലിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകളായും വിർദുകളായും അദ്ദേഹത്തിന്റെ വ്യക്തിഗതവും സാമൂഹികവുമായ ജീവിതത്തിൽ നിലനിർത്തിയിരുന്ന കാര്യങ്ങളെ പിന്തുടരൽ. ഒപ്പം ഖിറാഅത്തു സീറത്തിഹി വമഅരിഫത്തി കുല്ലി ഷൈഇൻ അൻഹാ, വിശുദ്ധ ഖുർആൻ പഠനത്തെക്കുറിച്ച്, ഖുർആൻ പഠന മജ്ലിസുകളെ കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ഉണ്ടാകുമ്പോൾ തന്നെ അക്കൂട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് മിസ്സാകുന്ന ഒന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിശദമായ പഠനം. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പ്രവാചകനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള
പ്രവാചകനെക്കുറിച്ച് വിരചിതമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നോ രണ്ടോ ഒരെണ്ണെങ്കിലും തുടക്കം ഒന്ന് പൂർണ്ണമായൊരു വായനയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് മുതൽ റസൂലിന്റെ ജനനം മുതൽ വഫാത്ത് വരേക്കുമുള്ള റസൂലിന്റെ ജീവിത സന്ദർഭങ്ങളെ പഠിക്കാനുള്ളൊരു ശ്രമം ബോധപൂർവം നടത്താൻ, പ്രത്യേകിച്ചും ഈ സമൃദ്ധമായ ആലോചനകളും അതുപോലെ തന്നെ ഓർമ്മകളും ഒക്കെ ഉള്ള സന്ദർഭത്തിൽ ഇത് കേവലം ഒരു ആഘോഷം അതല്ലെങ്കിൽ എന്തൊക്കെയോ പ്രകടനം എന്നുള്ളതിനേക്കാൾ റസൂലിനെ പറഞ്ഞും മറ്റുള്ളവർക്ക് മുമ്പിൽ തന്നെ മനസ്സിലാക്കാൻ വലിയ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ കാലമാണ്. സ്ത്രീലമ്പടനായി, യുദ്ധക്കൊതിയനായി, ഭീകരവാദിയായി, ആഗോള ഫണ്ടിങ് ഏജൻസികളുടെ സഹായത്തോടു കൂടി തന്നെ അല്ല എന്നുള്ള കൺസെപ്റ്റിനെ ലോകത്ത് ആരും വെല്ലുവിളിക്കുന്നില്ല കേട്ടോ. അതാദ്യം മനസ്സിലായിക്കോ, കുറച്ച് നവനാസ്തികർ ഒഴിച്ച്. പക്ഷെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ തേജോവധത്തിലൂടെയാണ്, അതല്ലെങ്കിൽ വ്യക്തിചിത്രത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ് മുസ്ലിം എന്ന് പറയുന്ന ആ അസ്തിത്വത്തെ ഇല്ലാതാക്കാൻ, ഇതാണ് ഇവരുടെ മാതൃക, അതല്ലെങ്കിൽ ഇതിങ്ങനെയാണ്, ഇതെത്രമാത്രം അപഹാസ്യമായ ചിത്രമാണ് ഈ പ്രവാചകന്റേതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. സാധാരണ അല്പബുദ്ധികളായ മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ഫീഡിങ്ങുകൾ കിട്ടുമ്പോൾ തന്നെ അവരതും പിടിച്ച് ഓടുകയാണ് ചെയ്യുക. അപ്പോൾ ചെറുതല്ലാത്ത രീതിയിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താനുള്ള അറിവ് നേടുക എന്നുള്ളതും ഈ കാലത്തിന്റെ തേട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലയിൽ പൂർണ്ണമായി അനുധാവനം ചെയ്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രബോധനത്തിന്റെ, ദഅവത്തിന്റെ മുന്നുപാധിയായ അദ്ദേഹത്തിന്റെ വ്യക്തിചിത്രം സമർപ്പിക്കുന്ന, അതിനുള്ള പഠനം കൈവശമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر من نصر دين محمد صلى الله عليه وسلم واجعلنا منهم. اللهم اخذل من خذل دين محمد صلى الله عليه وسلم ولا تجعلنا منهم. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم زلزل أقدامهم. اللهم فرق جمعهم. اللهم هدم حصونهم يا رب العالمين. اللهم انصر إخواننا بأرض غزة بأرض فلسطين بنصرك العزيز على القوم الكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. قم للصلاة.